ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. 2017 നെയ്മർ ജൂനിയർ ബാഴ്സ വിട്ടുപോയത്. ഒരു റെക്കോർഡ് തുക നൽകിക്കൊണ്ടാണ് PSG അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. എന്തുകൊണ്ടാണ് നെയ്മർ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന ആ സമയത്ത് ബാഴ്സ വിട്ടുകൊണ്ട് PSG പോയത് എന്നുള്ളതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അത് ദുരൂഹമായിക്കൊണ്ട് അവിടെ കിടക്കുകയാണ്. പണത്തിന് വേണ്ടിയാണ് നെയ്മർ പോയത് എന്നുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതല്ല, മെസ്സിയിൽ നിന്നും മാറി സ്വന്തമായിട്ട് ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നെയ്മർ പോയത് എന്ന ഒരു വാദം മറുഭാഗത്തും കിടക്കുന്നുണ്ട്. ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ റയലിന്റെ സ്പാനിഷ് ഇതിഹാസമായ ഐക്കർ കസിയസ് സംസാരിച്ചിട്ടുണ്ട്. അതായത് അന്ന് നെയ്മർ ചെയ്തത്, അഥവാ ബാഴ്സലോണ വിട്ട് പുറത്തു പോയത് വലിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന കാര്യമാണ് കസിയസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സ വിട്ടുപോയത് നെയ്മർ അന്ന് ചെയ്ത വലിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. നെയ്മർ ബാഴ്സയിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ മറ്റൊരു ലെവലിലേക്ക് മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. വളരെ നേരത്തെ അദ്ദേഹം ബാഴ്സ വിട്ടുപോയി. എല്ലാവർക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പണം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ബാഴ്സയിൽ തുടർന്നിരുന്നുവെങ്കിലും നെയ്മർക്ക് പണം നേടാൻ സാധിക്കുമായിരുന്നു. നെയ്മർ ബാഴ്സയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്നതിനേക്കാൾ മികച്ച താരമായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഇതാണ് ഇപ്പോൾ ഐക്കർ കസിയസ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ബാഴ്സയിൽ തുടരണമായിരുന്നു, എന്നാൽ ഇതിനേക്കാൾ മികച്ച ഒരു താരമായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. PSG പോയത് കൊണ്ട് നെയ്മറുടെ കരിയറിന് വലിയ ഒരു കോട്ടം തട്ടി എന്നൊന്നും പറയാൻ കഴിയില്ല. PSG മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ പരിക്കുകളാണ് പലപ്പോഴും നെയ്മർക്ക് വില്ലൻ ആയിട്ടുള്ളത്. തുടർച്ചയായി മേജർ ഇഞ്ചുറികൾ വന്നതോടുകൂടിയാണ് നെയ്മറുടെ കരിയർ ആകെ താളം തെറ്റിയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.